ലൈംഗികാതിക്രമം ചെറുത്ത തൃശൂർ സ്വദേശിനിക്ക് ക്രൂരമർദ്ദനം. വാടാനപ്പള്ളി പത്താംകല്ല് സ്വദേശിനി സുനിതയ്ക്കാണ് മർദ്ദനമേറ്റത്. 47-കാരിയായ സുനിത അതീവ ഗുരുതരാവസ്ഥയിൽ തൃശൂരിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. തെരുവു നായ്ക്കളെ പരിപാലിക്കുന്ന ഷെൽട്ടർ ഹോമിൽ ജോലിക്കായാണ് സുനിതയും മറ്റു 2 യുവതികളും ബംഗളൂരുവിലെത്തിയത്. നടരാജ് ചേരുകയാണ് വിശദാംശങ്ങളുമായി. നടരാജ്, എന്തിനാണ് ഈ യുവതികളെ ആക്രമിച്ചത്? അതുപോലെ തന്നെ ആരാണ് ഈ യുവതികളെ ആക്രമിച്ചത്? ഈ മാസം 3-ാം തീയതിയാണ് സംഭവം. ബാംഗ്ലൂരിലെ സുലിബല എന്ന സ്ഥലത്താണ് ഈ സംഭവം നടക്കുന്നത്. വാടാനപ്പള്ളി പത്താംകല്ല് സ്വദേശിനി സുനിതയ്ക്കാണ് ക്രൂരമർദ്ദനമേറ്റത്. ഇവർ അവിടെയുള്ള ഡോഗ് ഷെൽട്ടറിൽ പരിപാലനത്തിനായി പോയതാണ്. സുനിതയും ഒപ്പമുള്ള 2 യുവതികളും ബാംഗ്ലൂരിൽ എത്തിയത് തെരുവ് നായ്ക്കളെ പരിപാലിക്കുന്ന ഷെൽട്ടർ ഹോമിൽ ജോലി ചെയ്യാൻ എത്തിയതാണ്. ഈ ഷെൽട്ടർ ഹോം നടത്തിയിരുന്നത് ബാംഗ്ലൂരിലെ മലയാളിയായ ദീപക് കൃഷ്ണൻ എന്ന വ്യക്തിയാണ്. ഇവിടെ ഇയാൾ ഇവരോട് മോശമായി പെരുമാറുകയും തന്റെ ഇംഗിതത്തിന് വഴങ്ങണമെന്ന് നിർബന്ധിക്കുകയുമായിരുന്നു. ഇതിന് വഴങ്ങാതിരുന്നതോടുകൂടിയാണ് ഇയാൾ സുനിതയെ മർദ്ദിച്ചത്. തലയ്ക്ക് വലിയ രീതിയിൽ പരിക്കേറ്റിട്ടുണ്ട്. പലതവണ സുനിതയുടെ തല ചുവരിലേക്ക് ഇടിച്ചു എന്നാണ് പോലീസിൽ പരാതി നൽകിയിട്ടുള്ളത്. സുനിതയെ പലതവണ അതിക്രൂരമായി മർദ്ദിച്ചു. തലച്ചോറിന് ഗുരുതര പരിക്കേറ്റ സുനിത അബോധാവസ്ഥയിലാവുകയായിരുന്നു. പിന്നീട് സുഹൃത്തുക്കൾ ഇടപെട്ടാണ് ഇവരെ കേരളത്തിലേക്ക് എത്തിച്ചതും തൃശ്ശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതും. സംഭവത്തിൽ സുനിതയുടെ ബന്ധുക്കളുടെ പരാതിയിൽ തൃശ്ശൂർ ഈസ്റ്റ് പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. കേസിലെ പ്രതിക്കായുള്ള ദീപകൃഷ്ണന് വേണ്ടി പോലീസ് തിരച്ചിൽ തുടങ്ങിയിട്ടുണ്ട്. ശരി നടരാജ്, തെരുവുനായ്ക്കളെ പരിപാലിക്കുന്ന ഷെൽട്ടർ ഹോമിൽ ജോലിക്കായി എത്തിയ യുവതിക്കാണ് ഇത്തരത്തിലൊരു ആക്രമണം ഏറ്റിട്ടുള്ളത്. ലൈംഗിക ആക്രമണം ചെറുക്കുന്നതിനിടെയായിരുന്നു ഇത്തരത്തിൽ ഈ യുവതിയെ പരിക്കേൽപ്പിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. എന്തായാലും പ്രതിക്കായുള്ള തെരച്ചിൽ പോലീസ് അന്വേഷിച്ചിട്ടുണ്ട്.